ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇറാനി ചായയാണ്. ഇറാനി ചായ എന്ന് കേൾക്കുമ്പോൾ പ്രോപ്പർ ഇറാനിൽ കിട്ടുന്ന ചായ ഒന്നും അല്ല, നമ്മുടെ ഇന്ത്യൻ വേർഷൻ ഓഫ് ഇറാനി ടീ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇറാനി ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പോട്ടിൽ 3 കപ്പ് വെള്ളം എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, 1 സ്റ്റാർ അനീസ്, 1 കറുവപ്പട്ട, 7 ഗ്രാമ്പൂ, 6 ഏലക്ക ഇങ്ങനെ കീറിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതെല്ലാം ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ആസാം ടീ ലീവ്സ് ആണ് ഇതിന് ഏറ്റവും നല്ലത്. അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ചായപ്പൊടി യൂസ് ചെയ്താലും മതിയാവും. ഇതിനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ആ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 10 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് തിളയ്ക്കാൻ വയ്ക്കാം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഇറാനി ചായ റെഡി ആയിട്ടുണ്ട്. ഇത് അരിച്ചതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായ റെസിപ്പിയാണിത്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫ്ലേവേഴ്സാണ്. കുരുമുളകൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണിതിന്. അതിൻ്റേതായ ഒരു യുണീക്നെസ് ഉണ്ട് ഈ ഒരു ചായക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇനി വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് പിന്നെ കാണാം.